ഇവിടെ മാർക്സിസ്റ്റുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലുള്ള ചാപ്പകുത്തൽ, ഈ കാര്യങ്ങൾ വളച്ചൊടിക്കൽ, അസത്യപ്രചരണം, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഈ EMS നായനാർ പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഗുണം പറയുന്നത് സത്യമാണെങ്കിൽ അവർക്കതിൽ വലിയ വിരോധമില്ല. ഈ ബദൽ രേഖയായിട്ട് ബന്ധപ്പെട്ട് നായനാർ ആദ്യം കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ചതിച്ചു എന്ന് രാഘവൻ പറയുന്നു. അത് അദ്ദേഹം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്ന കാര്യമാണ്. ഈ ബദൽ രേഖയെ അനുകൂലിക്കുമ്പോൾ, അതായത് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ട് നടക്കണം എന്നല്ലേ MP രാഘവൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ അവസ്ഥ എന്താ? യഥാർത്ഥത്തിൽ ഗൗരവമേ ഉദത്തിയായിരുന്നു. അവർ സ്വന്തം നിലയ്ക്ക് ചില അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണെന്നും അതുകൊണ്ടാണ് അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ താൻ പ്രമാണിത്തം എന്ന കുറ്റമാണല്ലോ പാർട്ടി അവരിൽ ചുമത്തിയത്. ഇസ്ലാമിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒറ്റപ്പെടുന്നതൊന്നും ഇവിടെ പിണറായി വിജയൻ കാണുന്നില്ല. സത്യത്തിൽ അവർ ഹമാസിനെ അനുകൂലിച്ചപ്പോൾ ഇങ്ങനെ പൊക്കൽക്കുടി ബന്ധം ഉണ്ട് എന്നുള്ളത് അവർക്ക് പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ ചരിത്രം അറിയാതെ പോയി. വലിയ നന്മയിലും സ്നേഹത്തിലും ഒക്കെ കഴിഞ്ഞു പോകുന്നൊരു വിഭാഗമായിട്ടാണ് ജൂതന്മാർ ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നത്. EMSനൊക്കെ നായനാർ ഒരുപാട് തവണ എൻ്റെ മുമ്പിൽ നിന്ന് ജ്ഞാനപ്പാനയിലെ വാചകങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അദ്ദേഹം മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. സവർക്കർ, നെഹ്റു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബ്രിട്ടനെതിരെ? EMSും AKGയും ഒന്നും സാരമില്ല എന്നാണ്. അവർ വിപ്ലവമൊന്നും നടത്തില്ല. പക്ഷെ സവർക്കർ അങ്ങനെ ഒരു ജീവിയല്ലായിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. സമൂഹം മഴവില്ല് പോലെ ഇരിക്കണം, നന്മ വേണം, തിന്മ വേണം, നവകേരള സദസ്സ് വേണം, അതിന് വരുന്ന സഖാവിനെ തല്ലണം. മറിയ കുട്ടിയുടെ ആ 200 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ആ 200 ഏക്കറും അവരുടേതാണെന്ന് പറഞ്ഞു വരുത്തണം, ഇല്ലേ? ഇത് അധികാരത്തിലിരിക്കുമ്പോൾ അഹങ്കരിക്കുന്ന ഏത് മാർക്സിസ്റ്റും ഓർക്കേണ്ട ഈരടികളും. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വീര സവർക്കർ. അധിക്ഷേപം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് അദ്ദേഹം ഇത്രത്തോളം അധിക്ഷേപിക്കപ്പെടുന്നത്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, അതായത് 13 വർഷം ജയിലിലും ബാക്കി വീട്ടുതടങ്കലിലുമായി കിടന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? എനിക്ക് ആ അധിക്ഷേപങ്ങളോട് പുച്ഛമാണ്. അദ്ദേഹത്തെ ബ്രിട്ടനും പേടിയായിരുന്നു, അദ്ദേഹത്തിന് നെഹ്റുവിനും പേടിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ദിഷണയുടെ അടുത്ത് നെഹ്റുവിനും 7 അയലത്ത് വരില്ല. അപ്പോൾ അതിനെയും പേടിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ലണ്ടനിലുള്ള സമയത്ത് ലെനിനെ കൂടി കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ വിപ്ലവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതായത് ഇന്ത്യൻ വിപ്ലവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടനെ തുരത്താൻ വേണ്ടി എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ ആ ഓപ്ഷൻസൊക്കെ അന്വേഷിച്ച ഒരാളാണ് അദ്ദേഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെനിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വഴിയിൽ പക്ഷേ അഹിംസയുടെ വഴി മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അഹിംസ മാർക്സിസത്തിൻ്റെ വഴിയും അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴി എന്തായാലും ഗാന്ധിയുടെ വഴിയല്ല. ഗാന്ധി ഭഗത് സിംഗിനെയും അനുകൂലിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വഴിയൊക്കെ അവരുടെ നടപടികൾ തെറ്റാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇദ്ദേഹം വിപ്ലവകാരിയാണ് എന്നുള്ളത് മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയായിരുന്നല്ലോ. MA ബേബിക്ക് അറിയില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് പുറത്തു വന്നത് എന്നുള്ളത് MA ബേബിയാണെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് മാത്രമല്ല പിന്നീട് അത് മൊത്തം ക്യാപ്സ്യൂളായിട്ട് സവർക്കർക്കെതിരെ ഇത് വരാൻ തുടങ്ങി. അദ്ദേഹം മാപ്പൊന്നും പറഞ്ഞിട്ടില്ല സവർക്കർ. ഇതെന്താണിത്? ഇത് ദയാഹർജിയാണത്. ക്ലെമൻസി പെറ്റീഷനാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കാണുന്നതും. ഫ്രണ്ട് ലൈനിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണല്ലോ ഹിന്ദുവും ഫ്രണ്ട് ലൈനും. ഫ്രണ്ട് ലൈനിൽ AG നൂറാനി, പ്രശസ്ത കപടമതേതരവാദി AG നൂറാനി സവർക്കർക്കെതിരെ എഴുതിയ ലേഖനങ്ങളിൽ പോലും ക്ലെമൻസി പെറ്റീഷനാണെന്ന് കാണാം. ഈ
ദയാഹർജി KC മുഹമ്മദ് മാപ്പിള കൊടുത്തിട്ടുണ്ടല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലാന്നേ ഉള്ളൂ, തിരുവിതാംകൂർ ഭരണകൂടത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ. ജയിലിൽ പാർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റായ NE ബാലറാം കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് ചെറുപ്പമാണ്, 23 വയസ്സേ ആയിട്ടുള്ളൂ, ഇനി എനിക്ക് കല്യാണം കഴിക്കണം, നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞ് ഉണ്ടല്ലോ. ഡൽഹിയിലെയും മദ്രാസിലെ ആർക്കൈവ്സ് ശരിക്കൊന്ന് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ എത്രയോ ഈ ബേബിയെ പോലുള്ളവർ പറയുന്ന ഈ കൊട്ടേഷൻ മാർക്കിലിടുന്ന മാപ്പപേക്ഷ, ദയാഹർജി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. എന്താണ് സംഭവം? അന്നത്തെ ഒരു രീതിയാണത്. നമുക്ക് പുറത്തു വരാനായിട്ട് ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിച്ചിരുന്നോളാം കേട്ടോ, ഞാൻ ഇനി വിപ്ലവമൊന്നും നടത്തില്ല കേട്ടോ, ഞാൻ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ട് പോവില്ല കേട്ടോ അതാണ് ഹർജിയിൽ പറയേണ്ടത്. ഇത് സവർക്കർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ധാരാളമുണ്ട്. അതാണത്, മാപ്പപേക്ഷയല്ല. അദ്ദേഹം ക്ലെമൻസി പെറ്റീഷൻ കൊടുത്തിട്ടും തള്ളി. അതെന്താ കാണാത്ത മാർക്സിസ്റ്റുകൾ? അത് കഴിഞ്ഞ് ബ്രിട്ടൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജോർജ് ആറാമൻ്റെ കിരീടധാരണത്തിൻ്റെ 60-ാം വാർഷികമായിട്ടോ മറ്റോ മൊത്തത്തിൽ ക്ലെമൻസി, ദയ കുറ്റവാളികൾക്ക്, ഇതുപോലത്തെ രാഷ്ട്രീയ കുറ്റവാളികൾക്ക് കൊടുക്കാം എന്നൊരു നയമെടുത്തു ബ്രിട്ടൻ. എന്നിട്ടും സവർക്കറെ വിട്ടില്ലല്ലോ. ക്ലെമൻസി പെറ്റീഷൻ കൊടുത്തിട്ട് വിട്ടില്ല. മൊത്തത്തിൽ ക്ലെമൻസി രാജ്യത്ത് പ്രഖ്യാപിച്ചപ്പോഴും വിട്ടില്ല. അപ്പോൾ വിടണം എന്ന് പറഞ്ഞ ഒരാളാണ് ഗാന്ധി. സവർക്കറെ വിടണം, സവർക്കർ സഹോദരന്മാരെ മോചിപ്പിക്കണം. എന്നിട്ട് വിട്ടപ്പോൾ എന്തായി? വീട്ടുതടങ്കലിലാണ് പാർപ്പിച്ചത്. അപ്പോഴും ബ്രിട്ടൻ അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നില്ല. കാരണം അദ്ദേഹം ലണ്ടനിൽ കാട്ടിക്കൂട്ടിയ ചില സംഗതികളുണ്ട് ബ്രിട്ടനെതിരെ. അല്ലാതെ നെഹ്റു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബ്രിട്ടനെതിരെ? ഇതുപോലെ പേടിപ്പിക്കുന്ന വിധത്തിൽ കുഴപ്പമില്ലാത്തൊരു കോൺഗ്രസ്സുകാരനാണെന്നല്ലേ നെഹ്റുവിനെ പറ്റി ബ്രിട്ടൻ്റെ ചാര സർവീസുകൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഡീക്ലാസിഫൈ ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. EMSും AKG ഒന്നും സാരമില്ല എന്നാണ് രഹസ്യ സർവീസ് റിപ്പോർട്ട്. അവർ വിപ്ലവമൊന്നും നടത്തില്ല, സാരമില്ല, നമുക്ക് ഭീഷണിയല്ല എന്നാണ് ഡീക്ലാസിഫൈഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ സവർക്കർ അങ്ങനൊരു ജീവിയല്ലായിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ദേശസ്നേഹിയായിരുന്നു, ദേശത്തിന് മോചിപ്പിക്കണം എന്ന് കരുതിയ ഒരാളായിരുന്നു. ദേശത്തിന് മോചിപ്പിച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ അദ്ദേഹം MP അല്ല, MP മാരായിരുന്ന ആളുകളുടെ ചരമോപചാരമല്ലേ ലോക്സഭയിൽ നടത്തുന്നത്. നിയമസഭയിൽ ചരമോപചാരം നടത്തുന്നത് മരിച്ചുപോയൊരു MLA പറ്റിയല്ലേ. MP അല്ലാത്ത ഒരാളുടെ ചരമോപചാരം ലോക്സഭയിൽ നടത്തി. ആരുടെ? സവർക്കറുടെ. ആര് പറഞ്ഞിട്ട്? കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞിട്ട്. ഹിരൺ മുഖർജിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. ആ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ് AKG. കൊള്ളാവുന്ന മനുഷ്യത്വമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സവർക്കർ വിപ്ലവകാരിയാണെന്നറിയാമായിരുന്നു. അവിടെ മിറാജ് കർ, ബോംബെയിലെ മേയറായിരുന്ന മിറാജ് കർ, അവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്, സവർക്കറെ മോചിപ്പിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ സ്വീകരിക്കാൻ പോയ ആളാണ്. സവർക്കർക്ക് മാലയിട്ട് സ്വീകരിച്ച ആളാണ് മിറാജ് കർ. ഇവർക്ക് ചരിത്രബോധമില്ല, ചരിത്രത്തെ വളച്ചൊടിച്ച് ശീലമുണ്ട്. പക്ഷെ ഇതൊക്കെ രേഖയിലുള്ളതല്ലേ, ഇതെങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഇന്ത്യയിലെ മഹാനായൊരു വിപ്ലവകാരി, ദേശസ്നേഹിയായൊരു വിപ്ലവകാരി, അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എത്ര കാലം മറച്ചു വയ്ക്കാൻ കഴിയും? അതായത് സവർക്കറിനെ ഈ കപടമതേതരവാദികൾ ഇപ്പോൾ എതിർക്കുന്നതിൻ്റെ കാര്യം അദ്ദേഹം ഹിന്ദുത്വ എന്നൊരു ആശയത്തിൻ്റെ ആളാണെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനൊരു ആശയം ഉണ്ടാകുന്നതിൽ തെറ്റെന്താണ്? കാരണം മനുഷ്യന് സാധാരണ ഉണ്ടാകുന്ന യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യത്വം. ഹിന്ദുവിന് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത് എന്താണ്? അപ്പോൾ ഹിന്ദുത്വം. അത് വേണം. ഹിന്ദുക്കൾ അവരുടേതായ ചര്യകൾ അല്ലെങ്കിൽ അവരുടെ ഫിലോസഫി പിന്തുടരണം. പക്ഷേ കാലഹരണപ്പെട്ട ആചാരങ്ങൾ ഹിന്ദുമതത്തിലുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടുള്ള മതപരിഷ്കരണം വേണം. ആ മതപരിഷ്കരണത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് സവർക്കർ എന്നും അങ്ങനെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സവർക്കർ അദ്ദേഹത്തിൻ്റേതായ ഒരു എങ്ങനെയാണ് രാജ്യം മോചിപ്പിക്കേണ്ടത്, ബ്രിട്ടൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിന്ന് എങ്ങനെയാണ് രാജ്യം മോചിപ്പിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ധാരണ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. 1857 നടന്ന ശിപായി ലഹള എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെ അദ്ദേഹമാണ് ആദ്യമായിട്ട്, അതും ചെറിയ പ്രായത്തിലാണ്, 20s 24-26 വയസ്സിലൊക്കെയാണ് അത് എഴുതുന്നത്. 1857 ശിപായി ലഹള എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യം വിളിച്ചത് അദ്ദേഹമാണ്. മാത്രമോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സവർക്കർ സദൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പതാക ഉയർത്തി സ്വാതന്ത്ര്യം കൊണ്ടാടി അദ്ദേഹം. അത് കഴിഞ്ഞ് പിന്നെ ഈ സമരത്തിൻ്റെ കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് പിന്നെ ദേശത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോഴും നെഹ്റുവിന് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ആ വൈരം നെഹ്റുവിൻ്റെ മേൽ അങ്ങനെ തന്നെ ഇരുന്നിരുന്നു എന്നുള്ളതിന് ഇപ്പോൾ ചരിത്ര രേഖകൾ തന്നെ തെളിവുണ്ട്. അങ്ങനെയാണ് അന്വേഷകരോട് പിന്നെ സവർക്കറെ ഇതിൽ കൊടുക്കണം എന്ന് പ്രോസിക്യൂഷൻ വക്കീലിനോട് മുകളിൽ നിന്ന് നിർദ്ദേശം വന്ന തെളിവുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെയാണ് സവർക്കറിന് ഒരു ബന്ധവുമില്ലാത്ത ഗാന്ധിവധത്തിൽ അദ്ദേഹത്തെ കുടുക്കിയത്. അദ്ദേഹത്തെ വിട്ടയക്കുന്ന കോടതി വിധിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആത്മചരൺ എന്ന് പറഞ്ഞ ജഡ്ജിയുടെ വിധിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു തെളിവും അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നില്ല, കെട്ടിച്ചമച്ചതാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആത്മചരൺ ഗാന്ധിവധത്തിൽ നൽകിയ വിധി അത് വായിച്ചാൽ സവർക്കറെ കുടുക്കിയതാണെന്നും കേസ് അദ്ദേഹത്തിനെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഏറ്റവും കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്ന, കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയപ്പെടുന്ന ഒരു പത്രത്തിലാണ്, മലയാള മനോരമയിലാണ് അങ്ങ് ജോലി ചെയ്തിരുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ താങ്കൾക്ക് ഈ CPM നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. EMSുമായിട്ടും AK നായനാരുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ബന്ധം സാധ്യമായത്? ഇത് മാധ്യമപ്രവർത്തനത്തിൽ എത്രത്തോളം സഹായകമായി? അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സാധ്യമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവരുടെ അടുത്ത്, നമ്മളെപ്പോഴും പത്രപ്രവർത്തനത്തിൽ ഒരാളെ ആദ്യമായിട്ട് കാണുമല്ലോ, ആരെയായാലും ആദ്യം ഒന്ന് കാണണമല്ലോ. തീർച്ചയായിട്ടും. ആദ്യം കാണുമ്പോൾ ഈ മനുഷ്യന് ഈ കാര്യങ്ങളെ പറ്റി ഒരു ധാരണയുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ ഈ വിളിക്കുമ്പോഴുമൊക്കെ വന്നോളൂ എന്ന് അവർ പറയുന്നത്. അവർ പറയുന്നത് വളച്ചൊടിക്കുന്ന പരിപാടി, ഒന്നും വളച്ചൊടിക്കുന്ന പരിപാടി എനിക്ക് പത്രപ്രവർത്തനത്തിലില്ല. ആ സത്യം എനിക്കെതിരാണെങ്കിൽ പോലും അത് പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ മാർക്സിസ്റ്റുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലുള്ള ചാപ്പകുത്തൽ, ഈ കാര്യങ്ങൾ വളച്ചൊടിക്കൽ, അസത്യപ്രചരണം, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഈ EMS നായനാർ പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഗുണം, പറയുന്നത് സത്യമാണെങ്കിൽ അവർക്കതിൽ വലിയ വിരോധമില്ല എന്ന് അവർ രണ്ടുപേരുടെയും കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ നായനാർ ചില സമയങ്ങളിൽ അവർ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത രേഖകൾ പോലും എനിക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ്. പാർട്ടിയിലുള്ള വോട്ട്, പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനം എന്തുകൊണ്ട് കുറഞ്ഞുപോയി എന്നുള്ളത് മലയാള മനോരമയിൽ വന്നാൽ അണികൾക്കും മനസ്സിലാകും. കൂടുതൽ പ്രചാരമുള്ള പത്രമാണല്ലോ. അപ്പോൾ അണികളോട് ധാരാളം പോയി പ്രസംഗിക്കുന്നതിന് പകരം ഇതിൽ വന്നാൽ മതി എന്നൊക്കെ തോന്നിയിട്ടും കൂടിയൊക്കെ ഉള്ള ചില കൈമാറ്റങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ താങ്കൾ ആദ്യം എന്നോട് ചോദിച്ച പോലെ ഞാനൊരു പഴയ SFIക്കാരനാണെന്നുള്ള തോന്നുന്നത് അവർക്കും ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരാളാണ് എന്നുള്ളൊരു തോന്നലും അവർക്കുണ്ടാകാം. എന്തായാലും അവർ പറയുന്ന അതിന് പിന്നെ മറ്റൊന്ന്, ഈ EK നായനാർ മലയാള മനോരമയിൽ ഒരു കോളം എഴുതിയിരുന്നു, നേരെ ചൊവ്വേ എന്നുള്ള പേരിൽ. ആ കോളം ശരിക്കും എഴുതിയിരുന്നത്
ഞാനാണ്. അത് ഇ.കെ. നായനാരുടെ വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ പോവും അതിനു വേണ്ടി. അപ്പോൾ അത് സൗഹൃദം കൂടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അത് ഈ പരസ്പരം സംസാരിച്ചുണ്ടാകുന്ന പങ്ക്തിയാണത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെയാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ അങ്ങനെ എഴുതി ആണ് ആ ബന്ധം കൂടുതൽ ശക്തമാകുന്നത് നായനാരുടെ കാര്യത്തിൽ. പക്ഷേ EMSുമായിട്ട് അങ്ങനെ വലിയ വ്യക്തിബന്ധമൊന്നും എനിക്ക് അവകാശപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ച് അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പുസ്തകമോ പത്രമോ വായിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പൊക്കോളണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അർത്ഥം. അപ്പോൾ EMSൻ്റെ 50ാം വിവാഹ വാർഷികം, സാധാരണ രാഷ്ട്രീയ അഭിമുഖങ്ങളാണല്ലോ അദ്ദേഹം കൊടുക്കുക. അപ്പോൾ 50ാം വിവാഹ വാർഷികം എന്തായാലും ദേശാഭിമാനിക്ക് അറിവുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ തീയതികളുമൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ഒരു അഭിമുഖം ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദ്യങ്ങൾ നേരത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദ്യങ്ങൾ എഴുതി കൊടുത്തു. എന്നിട്ട് അത് 10 ചോദ്യമോ 12 ചോദ്യമോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് തന്ത്രമുണ്ടല്ലോ, ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ കഴിഞ്ഞ് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നപ്പോൾ EMS എന്നോട് പറഞ്ഞു, അല്ല ആ ചോദ്യം അതിലുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് അവിടെ വെച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് മാറി. അതായത് ഈ EMSനെ പോലെ വിവരമുള്ള CPM നേതാക്കളുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞ മാർസിയൻ തത്വശാസ്ത്രത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, വൈരുദ്ധ്യാധിഷ്ഠിതം, ഡയലക്റ്റിക്സ്. അത് അവരുടെ മനസ്സിൽ കുറേയൊക്കെ വർക്ക് ചെയ്യും. അപ്പം മറ്റേയാൾക്ക് നമ്മളെ വിമർശിക്കാനും അവകാശമുണ്ട്. മാത്രമല്ല, വിമർശിക്കുമ്പോൾ നമ്മൾ അടിവയറ്റിൽ കടാര കൊണ്ട് കുത്തുന്ന പോലെ മറ്റേയാൾക്ക് തോന്നണം എന്നൊക്കെ മാർക്സ് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഈ വിമർശിക്കാനുള്ള അവകാശം, പ്രതിപക്ഷ ബഹുമാനം, ഇതൊക്കെ മാർക്സിസ്റ്റുകൾക്ക് വേണ്ടതാണ്. പഴയ മാർക്സിസ്റ്റുകൾക്ക് വിവരമുള്ളവർക്കുണ്ടായിരുന്നു. അതിലാണല്ലോ ഈ സഹിഷ്ണുത എന്നും കൂടി പറയുന്നത്. ഇതൊക്കെ അടുത്ത കാലത്ത് ഈ വലിയ ധാരണകളും ഇല്ലാത്ത, പുസ്തകമൊന്നും വായിക്കാത്ത, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ നയിക്കുന്ന ആളുകളിൽ നിന്നും ചോർന്നു പോയതായിട്ടാണ് കാണുന്നത്. ഈ ഇ.കെ. നായനാരുമായിട്ട് ബന്ധപ്പെട്ട് M.V. രാഘവൻ്റെ ആത്മകഥ ഒരു ജന്മത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നായനാർ ഒരു പാർലമെൻ്ററി വ്യാമോഹിയാണ്, സ്ഥാനം മോഹിയാണ്, അങ്ങനെ പലപ്പോഴും സീറ്റ് കിട്ടാഞ്ഞ് നായനാർ പിണങ്ങിപ്പോയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതല്ല, M.V. രാഘവൻ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം രാഘവൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് മാടായി ഉപതിരഞ്ഞെടുപ്പ് വരികയോ, എനിക്ക് തോന്നുന്നത് ആ സമയത്ത്, അപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥി ആകണം എന്ന് നായനാർ അദ്ദേഹത്തോട് പോയി ആവശ്യപ്പെട്ടു എന്ന് രാഘവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് ടു കറക്ഷൻ, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണുള്ളത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ എതിർചേരി സുശീല ഗോപാലിനെ നിർദ്ദേശിച്ചപ്പോൾ, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചപ്പോൾ അവർക്കെതിരെ മത്സരിച്ച ആളാണ് നായനാർ. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണം എന്നുള്ള ആഗ്രഹം കാണണമല്ലോ അങ്ങനെ സ്ഥാനാർത്ഥി ആകുമ്പോൾ. അത് 2 വോട്ടിനാണ് അദ്ദേഹം സുശീല ഗോപാലിനെ തോൽപ്പിക്കുന്നത്. അന്ന് നായനാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അപ്പം ഞാൻ അന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നായനാരുടെ വീട്ടിൽ പോയി. സഖാവേ 2 വോട്ടിനാണെന്നാണല്ലോ കേട്ടത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അങ്ങനെ കൃത്യമായിട്ട് എഴുതണ്ട. അപ്പം അങ്ങനെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാണെന്നോ അങ്ങനെയൊക്കെ മറ്റുള്ളവർക്കൊക്കെ തോന്നും. നീ ഒരു 1/2 ഡസൻ എഴുതിക്കോ എന്ന് പറഞ്ഞു. ഞാൻ മനോരമയിലെ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാലും അങ്ങനെ എന്തോ ആണ്, 1/2 ഡസൻ എന്നോ മറ്റോ ആണ്. പക്ഷെ മറ്റ് പത്രങ്ങളിലൊക്കെ കൃത്യമായിട്ട് 2 വോട്ടെന്ന് വരികയും ചെയ്തു. പിന്നീട് അദ്ദേഹം അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ മുഴുവനായിട്ട് സ്വീകരിക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ് ചെയ്തത്. ഈ ബദൽ രേഖയുമായിട്ട് ബന്ധപ്പെട്ട് നായനാർ ആദ്യം കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ചതിച്ചു എന്ന് രാഘവൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെപ്പറ്റി നായനാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അത് അദ്ദേഹം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്ന കാര്യമാണ്. ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യവുമാണ്. കാരണം അത് അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ ബദൽ രേഖയെ അനുകൂലിക്കുമ്പോൾ, അതായത് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ട് നടക്കണം എന്നല്ലേ എം പി രാഘവൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ അവസ്ഥ എന്താ ഇല്ലേ? അതെ, മുസ്ലിം പ്രീണനല്ലേ പാർട്ടി. അപ്പോൾ വലിയ പാതകമൊന്നും രാഘവൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാർട്ടി കോൺഗ്രസ്സിലും കൽക്കട്ടയിൽ പിന്നീട് നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിലും അതിനു മുമ്പ് എറണാകുളത്ത് നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ടി ശിവദാസ മേനോനാണ് ഇതിനെ അനുകൂലിച്ച്, ബദൽ രേഖയെ അനുകൂലിച്ച് സംസാരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹം പ്രയോഗിച്ച ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കൂടെ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ അത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് ശിവദാസ മേനോൻ പ്രസംഗിച്ചത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്, സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ. അതായത് ഒറ്റപ്പെടലിനെ കുറച്ചുകൂടിയൊക്കെ മനോഹരമാക്കി അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെ ഒരു സ്പ്ലെൻഡിഡ് ഐസൊലേഷനിൽ വരുമോ എന്ന് പാർട്ടി ഇന്ന് ശങ്കിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മുസ്ലിം ലീഗിൽ നിന്നുള്ള ഈ കമ്മിറ്റഡ് വോട്ടർമാരെ എടുത്ത് മാറ്റാനുള്ള ശ്രമങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഈ സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ നീക്കാനായിട്ട് അങ്ങനെ മുസ്ലിം പ്രീണനം ഒക്കെ നടക്കുന്നുണ്ട്. ഈ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നത് 32 കൊല്ലം കൊണ്ട് പാർട്ടി ബംഗാളിൽ സാധിച്ചത് ഇവിടെ ഒരു 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പോക്ക് പോയാൽ KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്നൊരു ഇതുണ്ടായിരുന്നു ആ 87 തെരഞ്ഞെടുപ്പിൽ. യഥാർത്ഥത്തിൽ ഗൗരിയമ്മയെ ഒതുക്കുകയായിരുന്നു. ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് ശക്തമായ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അങ്ങനെ പറയുകയും, അങ്ങനെ ആരും പറയാതെ ആവില്ലല്ലോ, ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം. അത് കഴിഞ്ഞ് പാർട്ടി കമ്മിറ്റി AKG സെൻറ്ററിൽ ചേരുമ്പോൾ അവരെല്ലാം തോന്നുമ്പോൾ അവരവിടുന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, ആ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് നൽകിയിരുന്ന ധാരണയിലും അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ പിന്നെ KN രവീന്ദ്രനാഥ്, ലോറൻസ്, VB ചെറിയാൻ ഇങ്ങനെയുള്ളൊരു CITU ചേരിയുണ്ട് പാർട്ടിയിൽ. ആ CITU ചേരിയുടെ നേതാവാണ് EMS. ആ ചേരിക്ക് KR ഗൗരിയമ്മയെ ഇഷ്ടമല്ല പല കാരണങ്ങൾ കൊണ്ടും. അവർ സ്വന്തം നിലയ്ക്ക് ചില അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണെന്നും അതുകൊണ്ടാണ് അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ താൻ പ്രമാണിത്വം എന്ന കുറ്റമാണല്ലോ പാർട്ടി അവരിൽ ചുമത്തിയത്. അതേ കുറ്റമാണ് MP രാഘവനിലും ചുമത്തിയത്. അപ്പോൾ താൻ പ്രമാണിത്വം എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമാണ് പാർട്ടിയുടെ അകത്ത്. അപ്പോൾ ഗൗരിയമ്മ അങ്ങനെ ആകും എന്ന് കുറഞ്ഞ പക്ഷം ഗൗരിയമ്മയെ സ്നേഹിക്കുന്നവർക്കെങ്കിലും ഉണ്ടായിരുന്നിരിക്കണമല്ലോ അന്ന്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് പാർട്ടി നിന്ന്. അന്ന് പാർട്ടിയിലെ ഈ ഗ്രൂപ്പ് പോരിനെ, വിഭാഗീയതയെപ്പറ്റി പുറത്ത് വലിയ ധാരണ ഉണ്ടായിരുന്നിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. CITU ഗ്രൂപ്പ് അവർക്കെതിരെ എന്നും നിലകൊണ്ടിരുന്നു, രേഖകൾ അവർക്കെതിരെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ പല രേഖകളും ഒക്കെ വെച്ചിട്ട് ഗൗരിയമ്മ ആയതുകൊണ്ടാണ് അത് വളരെ പുറത്താക്കൽ താമസിച്ചത്. ഒരു 1.5 കൊല്ലം വൈകി. ആ 1.5 കൊല്ലം ഞാൻ സ്ഥിരമായിട്ട് കോട്ടയത്ത് നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ MP രാഘവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നായനാരെ മാത്രമല്ല EMSനെതിരെയും രാഘവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സമ്മേളന സ്ഥലത്തേക്ക് രാഘവൻ കയറി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി അന്ന് രാഘവന് കിട്ടി. അത് EMS ശ്രദ്ധിച്ചിരുന്നു. അന്ന് ആരോ പറഞ്ഞു, ആളുടെ പേര് ഞാൻ മറന്നുപോയി, നീ ശ്രദ്ധിച്ചോ രാഘവ എന്ന് അന്ന് ആരോ രാഘവന് മുന്നറിയിപ്പ് കൊടുത്തതായിട്ടും രാഘവൻ ആ പുസ്തകത്തിൽ, MP രാഘവൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്. EMS അങ്ങനെ ഒരു ഇതുള്ള നേതാവായിരുന്നു. രാഘവൻ പറയുന്നതിനെ എനിക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അങ്ങയുടെ ഒരു അനുഭവം എന്നോട് പറയുമ്പോൾ ഞാൻ എങ്ങനെ എതിർക്കാനാണ്? അങ്ങയുടെ അനുഭവമാണല്ലോ. MP രാഘവൻ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിന് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം. മാത്രമല്ല ഈ സമ്മേളനങ്ങൾ മുഴുവൻ എപ്പോഴും ഈ വോട്ടെടുപ്പൊക്കെ നടക്കുന്ന സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ ഉണ്ട്. ആ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് EMS ഒന്നുമല്ല. ഉദാഹരണത്തിന് കൊല്ലം സംസ്ഥാന സമ്മേളനം എടുക്കുക.
അവിടെ പാലോളി മുഹമ്മദ് കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. എത്രയോ പുറകിലായിരുന്നു EMS. EMSന് അങ്ങനെ പല ആളുകളോടും പല വ്യക്തികളോടും അങ്ങനെ ഉള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ആരോപിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ രാമേന്ദ്രൻ സാറിന് അങ്ങനെ തോന്നിയിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. ഈ റെഡ് ജിഹാദ് എന്നുള്ള പുസ്തകം എഴുതി. ഈ റെഡ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ പറയുന്നത്. അങ്ങനെ ഒരു ബന്ധം ഇന്ന് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി പറയാൻ? ആ റെഡ് ജിഹാദ് എന്ന് പറഞ്ഞൊരു പുസ്തകം ആളുകൾ കുറേ കാര്യങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച് തന്നെ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളെപ്പറ്റിയും അടിസ്ഥാനപരമായ ധാരണ തന്നെ ഈ കേരള സമൂഹത്തിലില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബ്രാഹ്മിൻ ഹെഗമണി ഇങ്ങനെ പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വരുത്തുന്നത്. അപ്പോൾ ഈ അത് എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് എന്ന കാര്യം തന്നെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പോൾ പാർട്ടി ഉണ്ടായത് ഇന്നതാണെന്ന് CPI പറയുന്നു, ഇന്നതാണ് എന്ന് CPM പറയുന്നു. രണ്ട് പാർട്ടികളും പറയുന്നത് ഉണ്ടായത്. അതിലൊന്നും അവർ തമ്മിലൊരു യോജിപ്പില്ല. അപ്പോൾ എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് എന്നുള്ളത് മുതലുള്ള സത്യത്തിലുള്ള കഥയാണ് ഈ റെഡ് ജിഹാദ് എന്ന് പറയുന്നത്. നക്ഷത്രവും ചുറ്റികയും എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് 1964 പിളർപ്പ് വരെയുള്ള കഥ കേരളത്തിൻ്റെ സാഹചര്യം ഫോക്കസ് ചെയ്തിട്ട് രാജ്യാന്തര കാര്യങ്ങളും ദേശീയ കാര്യങ്ങളും പറയണമല്ലോ. കാരണം പിളരുമ്പോൾ അങ്ങനെയാണല്ലോ, പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പിളരുന്നത്. അടിസ്ഥാനപരമായിട്ട് ആളുകൾ തമ്മിലുള്ള തർക്കം, വ്യക്തിതർക്കങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോൾ മാപ്പിള ലഹളയ്ക്ക് ധാരാളം പഠിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ധാരാളം പുസ്തകങ്ങൾ എഴുതി. മാപ്പിള ലഹളയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ ഈ ഹിജ്റാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ തുർക്കിയിൽ മറ്റേ ഖലീഫയെ ബ്രിട്ടൻ പുറത്താക്കിയല്ലോ 2ാം ലോക യുദ്ധത്തിൻ്റെ അവസാനം. തുർക്കി സാമ്രാജ്യം വിഭജിക്കുകയും ചെയ്തു. അതിൽ തുർക്കിയിലെ ജനങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വിരോധം വന്നു. അലി സഹോദരന്മാരായിരുന്നു അതിൻ്റെ നേതൃത്വം വഹിച്ചത്. കേരളത്തിലും വലിയ വിരോധം. അങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ 1920 ഇവിടെ ഒക്കെയുള്ള തർക്കമൊക്കെ വരുന്നതിന് മുമ്പ്, മാപ്പിള ലഹളയ്ക്കൊക്കെ മുമ്പ് ഖിജ്റാത്ത് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള കുറേ മുസ്ലിങ്ങൾ ജിഹാദ് നടത്തിയിട്ട് ഖലീഫയെ, തുർക്കി സുൽത്താൻ മൊത്തം ആഗോള മുസ്ലിങ്ങളുടെ ഖലീഫയും കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വീണ്ടും അവരോധിക്കാനുള്ള ജിഹാദിന് വേണ്ടി ഇവിടുന്ന് കുറേ മുസ്ലിങ്ങളെല്ലാം വിറ്റുപെറുക്കിയിട്ട് വീട് അങ്ങോട്ട് പോവുകയാണ്. ആ പരിപാടിക്കാണ് ഹിജ്റാത്ത് എന്ന് പറയുന്നത്. ആ പോകുന്ന ആളുകളെ മുഹാജിർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ പോകുമ്പോൾ, അത് ബ്രിട്ടനല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവരെ അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ അതിർത്തിയിൽ തടഞ്ഞു. അവർക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, തുർക്കിയിലേക്ക് കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറേ ആളുകൾ ആ സമയത്ത് MN റോയിയെ സോവിയറ്റ് പാർട്ടിയോ മറ്റോ ആ ഭാഗത്തേക്ക് അയച്ചിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ഒരു അറ്റത്തെ ഭാഗമാണത്, മുസ്ലിങ്ങളൊക്കെ ഉള്ള തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ ആ ഭാഗം. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ, കാരണം അവിടെയൊക്കെയാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ച താഷ്കൻഡ്, ആ താഷ്കൻഡ് ഭാഗത്ത് ഇവരെത്തിയിരിക്കുകയാണ് ഈ ഹിജ്റാത്തിന് പോയ മുഹാജിറുകൾ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവരെ നമുക്ക് കൂട്ടി ഒരു പാർട്ടി ഉണ്ടാക്കാം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു തിയറിയാണ്. കാരണം അവിടുന്ന് സുൽത്താൻ ഗലിയേവ് എന്ന് പറഞ്ഞിട്ട് പാർട്ടി അവിടുത്തെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നൊരു സഖാവുണ്ട്, സുൽത്താൻ ഗലിയേവ്. അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കി. ഈ ഇസ്ലാം അതിലുള്ള ആളുകൾ, മുസ്ലിങ്ങൾ അടിസ്ഥാനപരമായി തന്നെ പ്രോലിറ്റേറിയറ്റാണെന്ന്, തൊഴിലാളി വർഗമാണ്, പിന്നോക്കമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാമും ശരിക്ക് മാർക്സിസത്തിൽ
കമ്മ്യൂണിസത്തിൽ ചേർക്കാവുന്ന ഒരു മതവിഭാഗം തന്നെയാണ്. അതാണ് തിയറി. അപ്പോൾ അങ്ങനെ ഇവരെ കൂട്ടിയെടുക്കാം എന്ന് എം.എൻ. റോയ് വിചാരിച്ചിട്ട് അവിടെ ജിഹാദിന് പോയ ആളുകളെ വെച്ചിട്ടാണ് താഷ്കൻഡിൽ CPM ഇന്ന് അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ ഉപോൽപ്പന്നത്തിൽ പിന്നെ മുസഫർ അഹമ്മദിനെ, ഷൗക്കത്ത് ഉസ്മാനി, മുസഫർ അഹമ്മദ്, ബംഗാളിലെ പാർട്ടിയുടെ ആദ്യത്തെ നേതാക്കളും മുസ്ലിങ്ങളാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് നമ്മൾ ബംഗാളിലൊക്കെ ശരിക്കും നോക്കുമ്പോൾ ഷഹീദ് സുഹ്റവർദിയുടെ മുസ്ലിം ലീഗിൻ്റെ കൂടെയൊക്കെയാണ് പാർട്ടി നിൽക്കുന്നത്, ശ്യാമപ്രസാദ് മുഖർജിക്ക് എതിരായിട്ടുമൊക്കെ. മാത്രമല്ല, ഈ 4500 ഹിന്ദുക്കളെ കൊന്ന ഹിന്ദു വംശഹത്യ നടന്ന പ്രത്യക്ഷ സമര ഡയറക്റ്റ് ആക്ഷൻ്റെ പ്രത്യക്ഷ സമര ദിനം 1946 ജിന്ന പ്രഖ്യാപിച്ച ആ ഹിന്ദു വംശഹത്യയിൽ പാർട്ടി ഹിന്ദുക്കളുടെ കൂടെ അല്ല നിന്നത്, മറ്റേ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണല്ലോ. അങ്ങനെയാണ് പാർട്ടി അവിടെ ഒറ്റപ്പെടുന്നത്. ഈ ഒറ്റപ്പെടുന്നതൊന്നും ഇവിടെ പിണറായി വിജയൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പലതരത്തിൽ ഈ ഇസ്ലാമുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇന്തോനേഷ്യയിൽ ഈ പാർട്ടി ഇസ്ലാമുമായിട്ട് ചേരുന്നത്, സോവിയറ്റ് യൂണിയനിൽ പാർട്ടി ഇസ്ലാമുമായിട്ട് ചേരുന്നത് പല കാരണങ്ങൾ കൊണ്ടും. ഇസ്ലാം വരുമ്പോൾ ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളുണ്ടല്ലോ, മാർക്സിയൻ സിദ്ധാന്തങ്ങൾ, അതൊക്കെ മാറ്റിവെക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ അവർ തമ്മിലുള്ളൊരു സഖ്യം, ആ സഖ്യം ചർച്ച ചെയ്യുന്ന പുസ്തകമാണത്. അതിൻ്റെ അകത്ത് മലപ്പുറം ജില്ല ഉണ്ടാകുന്ന കഥയും പറഞ്ഞിട്ടുണ്ട്. കേരളവും അതിൻ്റെ ഭാഗമാണ്, കേരളത്തിൽ നടന്ന കാര്യങ്ങൾ. പാകിസ്ഥാനെയും അനുകൂലിച്ചിരുന്നല്ലോ. അത് ആ ഒരു ചുവപ്പൻ ജിഹാദ് ഉണ്ട്, നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഇസ്ലാമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു പൊക്കൽക്കൊടി ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഹമാസിനെ അനുകൂലിക്കുന്നതും ഹമാസിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്നതും അതിനനുകൂലമായിട്ട് സമ്മേളനങ്ങൾ നടത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണോ? സത്യത്തിൽ അവർ ഹമാസിനെ അനുകൂലിച്ചപ്പോൾ ഇങ്ങനെ പൊക്കൽക്കൊടി ബന്ധം ഉണ്ട് എന്നുള്ളത് അവർക്ക് പറയാമായിരുന്നു. ഇസ്ലാം അടിസ്ഥാനപരമായി തന്നെ പ്രോലിറ്റേറിയറ്റാണ് എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷേ പാർട്ടിയുടെ ചരിത്രം അറിയാതെ പോയി ഇന്നത്തെ സഖാക്കൾക്ക്. ആ ചരിത്രം അറിയാമായിരുന്നെങ്കിൽ അത്രയും കൂടി പറഞ്ഞിട്ട് ഇസ്ലാമിക ഭീകരരെ അവർക്ക് അനുകൂലിക്കാമായിരുന്നു എന്നാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരു ഭൗതിക സത്യസന്ധത വന്നേനെ അവിടെ. കുറച്ചുകൂടിയൊക്കെ ഒരു പ്രത്യയശാസ്ത്ര സത്യസന്ധത വന്നേനെ. അതും കൂടി അവർക്ക് പറയാൻ പറ്റാതെ പോയത് കൊണ്ടാണ് പൊതുസമൂഹത്തിൽ അവർ ഭീകരവാദത്തെ അനുകൂലിക്കുക മാത്രമാണ് ചെയ്തത് എന്നൊരു തോന്നൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രയേലും ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം മാത്രമല്ല, ബിസിനസ് ബന്ധങ്ങൾ വളരെ കാര്യമായിട്ടുണ്ട്. പ്രതിരോധ രംഗത്തൊക്കെ വലിയ ബന്ധങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ വലിയ നന്മകൾ ജൂതന്മാർ ചെയ്തിട്ടുണ്ട്. ടിപ്പു സുൽത്താനെ ഹിന്ദുക്കളുടെ കൂടെ നിന്നിട്ട് ചേർത്തിട്ടുണ്ട് മറ്റേ ജൂതന്മാർ. അങ്ങനെ വലിയ നന്മയിലും സ്നേഹത്തിലും ഒക്കെ കഴിഞ്ഞു പോകുന്നൊരു വിഭാഗമായിട്ടാണ് ജൂതന്മാർ ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നത്. EMS ഇതൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് EMS പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് നിലനിർത്താനുള്ള സൈദ്ധാന്തിക ശ്രമങ്ങൾ എപ്പോഴും നടത്തി കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ലേഖനങ്ങളിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആണ് ഹിന്ദു പാർട്ടി, അതുകൊണ്ടാണ് BJP ക്ലച്ച് പിടിക്കാത്തത് എന്നുള്ള വാചകം ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹിന്ദു പാർട്ടി എന്നുള്ള ഒരു അടിസ്ഥാന സംഗതിയിൽ നിന്ന് ഇപ്പോൾ അവർ ഈ സ്വയം വിച്ഛേദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് ഈ രാജ്യാന്തര തലത്തിൽ ഈ ഹമാസിനെയൊക്കെ പിന്തുണച്ച് ഇപ്പോൾ വെള്ളത്തിലായി പോകുന്നത്. ഇപ്പോൾ ഹമാസിന് പാർട്ടി പിന്തുണച്ചപ്പോൾ ആ രീതിയിൽ KK ശൈലജ പിന്തുണച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശൈലജയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. സാറിൻ്റെ പുസ്തകത്തിൽ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട് ഈ AKG P കൃഷ്ണപിള്ള ആയിട്ടുള്ള സംഘർഷത്തെ പറ്റി. എന്താണ് അതിനെപ്പറ്റി? AKG P കൃഷ്ണപിള്ളയെ കായികമായി കൈകാര്യം ചെയ്തൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്, നക്ഷത്രവും ചുറ്റികയും എന്ന് പറഞ്ഞ ചരിത്രത്തിൽ. കൃഷ്ണപിള്ളയെ തല്ലി
ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട്. ആ പറഞ്ഞ കാര്യം ശരിയായില്ല. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത്, 2 പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ തെറി പറയുമായിരുന്നു. കാ പാ മു മാ സംഭവങ്ങൾ. ഒന്ന് പി കൃഷ്ണപിള്ള, 2 കുന്തക്കാരൻ പത്രോസ്. ഇത് ആളുകൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു വശം കൃഷ്ണപിള്ളയ്ക്കുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതും കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ കഥ എൻ്റെ സ്വന്തമല്ല. ഈ കഥ പി നാരായണൻ നായർ. പി നാരായണൻ നായർ എന്ന് പറയുന്നത് കെ എൻ ബാലഗോപാലിൻ്റെ ഭാര്യയുടെ മുത്തച്ഛനാണ്. പി നാരായണൻ നായർ എഴുതിയ 5.5 പതിറ്റാണ്ടെന്നോ ആ ആത്മകഥയിലുള്ള വിവരണമാണത്. AKG കൃഷ്ണപിള്ളയെ തല്ലുന്നത് കണ്ടു നിന്നയാളാണ് പി നാരായണൻ നായർ. ആ കണ്ട കഥ അദ്ദേഹം വിവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അന്നും ഉണ്ടായിരുന്നു 2 ചേരി പാർട്ടിയിൽ. EMS ഒരു ചേരിയിലും കൃഷ്ണപിള്ള വേറെ ചേരിയിലുമായിരുന്നു. അത് അക്കാലത്ത് ആളുകൾ പുറത്ത് പറയാതിരുന്നത് കൊണ്ട് വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ജനകീയ യുദ്ധം, 2ാം ലോക യുദ്ധത്തിൽ റഷ്യ ജർമ്മനി ആക്രമിച്ച ശേഷം ജനകീയ യുദ്ധമായി കഴിഞ്ഞപ്പോൾ ബ്രോഡർ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നു. അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ബ്രോഡർ. അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മൾ അങ്ങനെ പാർട്ടിയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, യുദ്ധകാലമല്ലേ, നമുക്ക് അങ്ങനെ യുദ്ധം, അതുപോലെ തന്നെ ഉൽപ്പാദനം കൂട്ടുക, അങ്ങനെ സാമ്രാജ്യത്തെയൊക്കെ അനുകൂലിക്കുന്ന നടപടികളുമായിട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ബ്രോഡർ സിദ്ധാന്തം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അന്ന് കോഴിക്കോടാണ് പാർട്ടിയുടെ സ്ഥാനം. പാർട്ടി പിരിച്ചു വിട്ടിട്ട് കൃഷ്ണപിള്ള പോയി, പാർട്ടി ഇല്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും EMSന് അദ്ദേഹത്തിൻ്റെ കൂടെ ചേരാൻ കഴിയുമായിരുന്നില്ല. ആ സംഘർഷത്തിൽ പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ച് പിന്നെ കണ്ണൂർ ചെല്ലുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കമ്മയെ പറ്റി തന്നെ പാർട്ടിക്കാർ തന്നെ പരിദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ ഈ മൊയ്യാരത്തെ ശങ്കരൻ്റെ ആത്മകഥയിലൊക്കെ കാണാം. അപ്പോൾ പാർട്ടി സത്യത്തിൽ ഈ വ്യക്തിവൈരാഗ്യം, വൈരനിര്യാതനം, പിന്നെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക, ഈ പാർട്ടിക്ക് വേണ്ടാത്ത ആളുകളെ പറ്റി ഇപ്പോഴും അവരങ്ങനെ ചെയ്യും. ഈ വ്യഭിചാരം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് അങ്ങനെയാണ് നശിപ്പിക്കുന്നത് ആളുകളെ. ആ രീതിയൊക്കെ അക്കാലത്തും ഉണ്ട്, ഇക്കാലത്തും ഉണ്ട്. ഈ CPM-ൽ എല്ലാ കാലത്തും 2 ചേരികളുണ്ടായിരുന്നു. അപ്പോൾ പല സമ്മേളനങ്ങളിലും അത് പ്രതിധ്വനിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഈ 2 ചേരികളോ ഒന്നുമില്ലാത്ത ഒരു ഒറ്റ ചേരിയിലേക്ക് CPM മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് പിണറായി വിജയൻ എന്ന ശക്തനായ നേതാവിൻ്റെ ഏകാധിപത്യത്തിലേക്ക് CPM മാറി എന്ന് കരുതുന്നുണ്ടോ? ഒറ്റച്ചേരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഈ ഒറ്റച്ചേരിയാണെന്ന് കരുതുന്നവർ കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഡിവിഷൻ, ചേരിതിരിവുകൾ, അവിടെയുള്ള തർക്കങ്ങൾ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു കുറുമുന്നണി ഉണ്ട്. ആ കുറുമുന്നണിയുടെ ഭാഗമാണ് KK ശൈലജയും തോമസ് ഐസക്കും ഒക്കെ. അപ്പോൾ അവർക്കിപ്പോൾ ഭരണമില്ല, അവർ ഒതുക്കിയിരിക്കുന്നു. ശൈലജ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത് തന്നെ പിണറായി വിജയൻ ഉൾപ്പെടുന്ന ചേരിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. പക്ഷെ അവർ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. അവർക്കും ഒരു നിർബന്ധം ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ മാക്സസ് അവാർഡ് അവർ സ്വീകരിക്കരുത് എന്നൊരു നിലപാട് പാർട്ടി എടുത്തു. അത് വലിയ കഴമ്പില്ലാത്തൊരു വൈരനിര്യാതന നിലപാടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാർട്ടിയുമായിട്ട് അടുത്ത 2 പേര്, സംഗീതജ്ഞനായ TN കൃഷ്ണയും P സായിനാഥും മാക്സസെ പുരസ്കാരം വാങ്ങിച്ചിട്ടുണ്ട്. മാക്സസെ വാങ്ങിച്ച TN കൃഷ്ണ ധർമ്മടത്ത് പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വന്ന് പാട്ട് പാടിയിട്ടുണ്ട്, ഇല്ലേ? അത് അങ്ങനെ പാടിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ അദ്ദേഹം കീർത്തനമൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ ശുദ്ധ സംഗീതത്തിൽ വലിയ പരീക്ഷണങ്ങൾ, അതെ, കപടമതേതര പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ് കൃഷ്ണ. അപ്പോൾ ഈ ചേരിയൊക്കെ ആയിട്ട് ഒത്തു നിൽക്കുന്ന
ഈ ചേരിയുമായി ഒത്തു നിൽക്കുന്ന ആളിന് മാർക്സസെ മാത്രമല്ല ഏത് പുരസ്കാരവും വാങ്ങിക്കാം, പക്ഷേ ശൈലജ ടീച്ചർ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ അതിലെ നിലപാട്. ഭാവിയിൽ അവർക്ക് താല്പര്യമുള്ള ഒരാൾക്കാണ് കിട്ടുന്നത് എങ്കിൽ അന്ന് വേറൊരു ന്യായം പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇപ്പോൾ മറ്റേ മാക്സസെ കൊടുക്കുന്നവർ നയം മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ ശൈലജയുടെ കാര്യത്തിലൊക്കെ വൈര്യനിര്യാതനം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം, അവരുടെ ചേരിയിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ പലതരം സന്ദിഗ്ധതകൾ ഈ ഇതിൻ്റെ പാർട്ടിയുടെ അകത്ത് സംശയങ്ങൾ നിലനിൽക്കുന്നൊരു ഘട്ടം ആണിത്. ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ എന്ന് പറയാം. അത് ഈ കോൺക്രീറ്റ് ആകണ്ട, മൂക്കണം. കാരണം എപ്പോഴും വിഭാഗീയത മൂക്കണമല്ലോ. ഇപ്പോൾ 1964 പിളർപ്പ് വന്ന് പോകുന്നതൊക്കെ 62 യുദ്ധകാലം മുതലുമൊക്കെ ഉരുണ്ട് കൂടുന്ന കാർമേഘങ്ങളൊക്കെയാണല്ലോ പിന്നെ പെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഘട്ടം പാർട്ടിയിലുണ്ട്. ചേരിയില്ലാത്ത ഘട്ടം എന്ന് പറയാൻ വയ്യ. അങ്ങനെ സംശയങ്ങൾ ഉയർത്തുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ഉദാഹരണത്തിന് പി ജയരാജന് ഇല്ലേ ഖാദി ബോർഡ് കൊടുത്തില്ലേ? അങ്ങനെയുള്ള പല ആളുകളെയും പിടിച്ച് പലതുമൊക്കെ സംസാരിച്ചൊക്കെ ശരിയാക്കി പോയി ശല്യം ഉണ്ടാക്കരുത് എന്നൊരു ധാരണയിലാണ് പോകുന്നതെന്ന് വേണം കരുതാൻ. ഇടയ്ക്കൊരു സമ്മേളനത്തിൽ സാറിന് കായികമായ ഇത് നേരിട്ട് ഇരുന്നോ? അങ്ങനെ എന്തോ മലപ്പുറത്ത്. അത് എന്തായിരുന്നു? അങ്ങനെ മലപ്പുറത്ത് ഉണ്ടായത്, ഞാനൊരു പത്രത്തിന് പ്രതിനിധീകരിച്ചാണ് മലപ്പുറം സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അന്ന് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ കോഴിക്കോട് റെസിഡൻ്റ് ബ്യൂറോ ചീഫായ ഷാജഹാൻ ആണെന്ന് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓബി വാൻ ഉണ്ട്, പക്ഷെ ഓബി വാൻ പൂട്ടിയിരിക്കുകയാണ്. ഇത് കുന്നിൻ്റെ മുകളിലാണിത്, ഏത് ഈ സമ്മേളനം നടക്കുന്നത് മലപ്പുറത്ത്. ആ കുന്നിൻ്റെ മുകളിലാണ് വാര്യംകുന്നനെ പണ്ട് വെടിവെച്ച് വന്നത് ബ്രിട്ടീഷ് പട്ടാളം. ആ കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ സമ്മേളനമൊക്കെ നടക്കുന്നത്. താഴേക്ക് നമ്മൾ പോകുന്നത് ശരിക്കും താഴ്വര പോലെയാണ്, ഓടുക എന്നൊക്കെയുള്ള പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ഈ പാർട്ടിക്കുള്ളിൽ ഈ ഷാജഹാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്. അവരുടെ ആളുകൾ വളരെ വന്നു കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ എവിടെയായാലും സത്യം പറയും. അപ്പോൾ വിഭാഗീയതയെപ്പറ്റി ചോദ്യം വരുന്നുണ്ട്. പാർട്ടി വിഭാഗീയതയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഈ നവസാക്ഷരൻ എന്ന് പറയുന്ന പോലെ പാർട്ടിയിൽ പുതുതായിട്ട് ചേർന്ന ഒരു മുസ്ലിം സഖാവ് അയാൾ വന്നിട്ട് എൻ്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തത്. അത്രേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ആളുകളൊക്കെ ഇടപെട്ടു അതിൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് ഈ ഓബി വാൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വാൻ പൂട്ടിയിരിക്കുകയാണ്. ഇവർക്കൊരു കാറുണ്ട് ഏഷ്യാനെറ്റിൻ്റെ, ആ കാറും ഡ്രൈവറേയും കാണാനില്ല, ലോക്ക്ഡൗൺ. ഇവിടുന്ന് രക്ഷപ്പെടുക തന്നെ സാധ്യമല്ല. ഇവരെന്ത് ചെയ്താലും പിന്നെയും ചെയ്യാം, അവിടുന്ന് രക്ഷപ്പെടാനായിട്ടൊന്നും മാർഗമില്ല. മാത്രമല്ല ഈ കുന്നിൽ നിന്ന് റോഡിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല. അതിരാവിലെ പി ശ്രീരാമകൃഷ്ണൻ എന്നോട് പറഞ്ഞു. ശ്രീരാമകൃഷ്ണൻ എനിക്ക് നല്ല പരിചയമാണ്, പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഞാൻ അന്ന് രാവിലെ ഒരു ഹോട്ടലിൽ ഈ പ്രാതൽ കഴിക്കുമ്പോൾ മുമ്പിൽ ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ ശ്രീരാമകൃഷ്ണൻ വന്ന് ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നോട് അടുത്ത ദിവസം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ ആ സഖാവിനെ ചുരുട്ടിക്കൂട്ടി കേട്ടോ എന്നോട് പറഞ്ഞു. അപ്പോൾ ചില സമയങ്ങളിൽ അവരെന്നെ സഹായിക്കാറുമുണ്ട്. ഇപ്പോഴും വലിയ വിരോധമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പഴയ പശ്ചാത്തലം, പിന്നെ അവരുടെ നേതാക്കളും ഒക്കെ ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ അവർ വിട്ടുകളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. മനോരമയുടെ രാഷ്ട്രീയം പൊതുവെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസ് അനുകൂലമെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ചരക്കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന കരുണാകരനെതിരെ മനോരമ നിന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഈ മനോരമയുടെ രാഷ്ട്രീയം എന്താണ്? മനോരമയുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോഴൊക്കെ. കാരണം എപ്പോഴും ഈ ദേശാഭിമാനി പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അത് മുത്തശ്ശിപത്രം, രണ്ട്
പിന്നെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നാൽ ഞാൻ വിഷം കുടിച്ചു മരിക്കുമെന്ന് കെ സി മാമാപ്പിള പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ കെ സി മാമാപ്പിള പറഞ്ഞിട്ടില്ല എന്ന് മലയാള മനോരമ പലപ്പോഴും അത് പറയുകയും ആവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് മുച്ചൂടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു മനോരമ. പിന്നെ അത് തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഒക്കെ മനോരമ വിരുദ്ധവും ഒക്കെയായിരുന്നു. ഈ പോകെ അതിനൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. കെ മാത്യു ഉള്ള കാലത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ സംഭവങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇടക്കാലത്ത് ഉടമകളും പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒക്കെ സൗഹൃദത്തിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടെ വിരുന്നിന് പോവുകയോ ഓഫീസിൽ പോവുകയോ, ഇപ്പോൾ EMS ഒക്കെ മനോരമയിൽ പോയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അച്യുതാനന്ദനൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ മറ്റേ വേണമെങ്കിൽ മനോരമയ്ക്കിത് താത്വികമായി ന്യായീകരിക്കാവുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ മതേതരത്വത്തിന് വെല്ലുവിളിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ CPMൻ്റെയും കൂടെ നിൽക്കുകയാണ് എന്നവർക്ക് വേണമെങ്കിൽ തത്വം പറയാവുന്നതാണ്. പക്ഷെ ആ തത്വമൊന്നും പറയുന്നില്ല. ഈ കച്ചവട സ്ഥാപനങ്ങൾ എപ്പോഴും കച്ചവടമാണല്ലോ നോക്കുക. അപ്പോൾ ഒന്നാമത് തുടർ ഭരണം ഒക്കെ ഉണ്ട്. എന്തായാലും ഈ സൗഹൃദം വന്നപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, മനോരമ മറ്റേ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ ബൈബിളാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് അവിടുത്തെ എഡിറ്റോറിയൽ മീറ്റിങ്ങിലുമൊക്കെ പറയും. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിനെ അനുകൂലിക്കുന്നൊരു നിലപാട് മനോരമയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെടാത്തൊരു നയവ്യതിയാനമാകും അത്. അങ്ങനൊരു നയവ്യതിയാനം അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനോരമയ്ക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം കമ്മ്യൂണിസത്തിനെതിരെ പല്ലും നഖവും ഉള്ളൊരു മനോരമയാണ് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടം. പക്ഷെ വെള്ളം ചേർത്ത് അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നത് പോലെ 26 ലക്ഷത്തിൽ നിന്ന് 19 ലക്ഷത്തിലേക്ക് അതിൻ്റെ പ്രചാരം താഴ്ന്നിരിക്കുന്നത്. പല കാരണങ്ങൾക്കൊപ്പം അതും കാരണമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ അടുത്ത കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള എഴുത്തുകളാണ് കൂടുതലും കാണപ്പെടുന്നത്. ഒരു BJP അനുകൂല രാഷ്ട്രീയത്തിലേക്കാണ് എഴുത്തുകൾ കൂടുതലും കാണുന്നത്. എന്താണ് അതിൻ്റെ ഒരു സത്യത്തിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിൽ കാണുന്നത്. കേരളം മാത്രം നന്നായാൽ പോരാ, എനിക്ക് എൻ്റെ രാജ്യം കൂടി നന്നാകണം എന്ന് നിർബന്ധമുണ്ട്. അതായത് പാൻ ഇന്ത്യ എന്ന് പറയുന്നൊരു വീക്ഷണം വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ പത്രപ്രവർത്തനവും ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് കേരളത്തിൽ ഈ കപടമതേതരവാദികളെല്ലാം വരും കൂടി BJPയെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. BJPക്ക് ഇവിടെ പരമാവധി ഉള്ളത് 16% വോട്ടോ മറ്റോ ആണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. കാരണം അത് ഇവിടെ വളർന്നിട്ടില്ല. ആ പ്രസ്ഥാനം ശരിക്കും അത് അതിൻ്റെ ഉള്ളടക്കത്തിലും അതെ, ഒരു പാർട്ടി എന്ന നിലയ്ക്കും അതെ, അതൊരു അധസ്ഥിത പാർട്ടിയായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും അതിൻ്റെ മുതുകത്ത് കയറുകയാണ്. നമ്മുടെ സമൂഹത്തിൽ മുമ്പ് അധസ്ഥിതരെങ്ങനെയാണോ അടിച്ചമർത്തപ്പെട്ടത്, അങ്ങനെ ഒരു പാർട്ടി ഇവിടെ ആളുകൾ പാർട്ടിയിലുള്ളവർ ആരുമാകട്ടെ, ഇവർ സവർണർ എന്ന് പറയുന്നവരാകട്ടെ, അധസ്ഥിതരും കൂടി ആ പാർട്ടിയിലുണ്ടല്ലോ, ജാതിയിൽ. ഞാൻ അല്ലാതെ തന്നെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, അതൊരു അധസ്ഥിത പ്രസ്ഥാനമാണ് ഇവിടെ. കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയെ വെച്ച് നോക്കുമ്പോഴും അത്രയും ആളുകളില്ല. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിൽ അവർക്ക് ആളുകളില്ല. ആളുകൾ അതിൽ ചേരാനില്ല. ചേർന്ന് കഴിഞ്ഞാൽ മാർക്സിസ്റ്റുകാർ തല്ലും, പേടിപ്പിച്ച് നിർത്തുകയാണ്.
അങ്ങനെ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഈ പഴയ ചാതുർവർണ്ണ സമൂഹത്തിൽ അവർണർ എങ്ങനെയാണോ നിന്ന് പിഴയ്ക്കാൻ ബുദ്ധിമുട്ടിയത്, അതുപോലെ നിന്ന് പിഴയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അധസ്ഥിത പാർട്ടിയായിട്ടാണ് ഞാൻ BJP കാണുന്നത്. അങ്ങനെ നാടിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ കാലത്തും അധസ്ഥിതരുടെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ ആണ് ഞാൻ ഇതിനൊരു അധസ്ഥിത പാർട്ടിയായി കാണുന്നതും അതിൻ്റെ കൂടെ നിൽക്കുന്നതും. ഇതാണ് അതിൻ്റെ സത്യം. ഇത് നാട്ടുകാരും തിരിച്ചറിഞ്ഞാൽ നാടിന് സുരക്ഷയായിരിക്കും അതെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൽ ഏറ്റവും സ്ഫോടനാത്മകമായി പുറത്തെത്തിച്ച വാർത്ത എന്താണ്? ഏറ്റവും സ്ഫോടനാത്മകമാണെന്ന് പറയുന്നത് ഈ പാർട്ടിക്കകത്ത് നിന്ന് MM ലോറൻസ്, രവീന്ദ്രനാഥ്, BB ചെറിയാൻ, അപ്പുകുട്ടൻ പള്ളിക്കുന്ന് ഇങ്ങനെ എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ പോലുമല്ല, പാർട്ടിയിൽ നിന്ന് എടുത്തു കളയുന്നതിന് കാരണമായ റിപ്പോർട്ടാണ്. അക്കാലത്ത് ഇവർക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു, പല കാര്യങ്ങളും. അന്ന് സേവ് CPM ഫോറം എന്ന ഒരു സംഘടന ഉള്ളതോ ഇല്ലാത്തതിൻ്റെ പേരിലും പാർട്ടിയിൽ നടക്കുന്ന വിഭാഗീയതയെപ്പറ്റി ധാരാളം നോട്ടീസുകൾ ഇറങ്ങി പ്രചരിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടീസുകൾ എങ്ങനെ, അത് ഒരുപാട് അഴിമതികൾ പാർട്ടിക്കകത്ത് നടക്കുന്ന കയ്യിൽ വന്നിരുന്നു. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് അന്വേഷിക്കാനായിട്ടൊരു കമ്മിറ്റിയെ നിയോഗിച്ചു അവർ. പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയോ അങ്ങനെ എന്തോ ആണ്. അതെ, ആ കമ്മിറ്റിയെ വെച്ചിരിക്കുമ്പോൾ അത് മൊത്തം CITU ഗ്രൂപ്പിനെതിരായ ആക്ഷൻ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വരിക എന്നറിയാം. ആ സമയത്തൊരിക്കൽ എക്സൈസ് മന്ത്രിയായിരുന്ന TK രാമകൃഷ്ണൻ, അന്ന് മൊബൈലൊന്നുമില്ല, എന്നെ വീട്ടിൽ വിളിച്ചു. രാമേന്ദ്രനെ വിളിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, തൃപ്പൂണിത്തുറ. അദ്ദേഹം വിളിച്ചു, രാമേന്ദ്രനെ അന്വേഷണ കമ്മീഷൻ വിളിക്കുകയാണെങ്കിൽ അത് ഇവരൊന്നും തന്നതല്ല എന്നൊന്ന് പറയണം, നോക്കാം, പക്ഷെ എന്നെ വിളിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം പാർട്ടി കമ്മീഷന് എന്നെ വിളിക്കാനായിട്ട് എന്താ അവകാശമാണുള്ളത്? പാർട്ടിക്കാരെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ആ സമയത്ത് ഈ ഇവരുടെ ഒരു സുവനീറിൽ, പത്രപ്രവർത്തകരുടെ ഒരു സുവനീറിൽ, തിരുവനന്തപുരത്തെ ആ കേസരി സ്മാരകം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു സുവനീറിൽ ഇതിൻ്റെ വാസ്തവമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മുഴുവൻ വാസ്തവമല്ല, കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ സേവ് CPM ഫോറം റിപ്പോർട്ട്, ഈ കമ്മീഷൻ ഉണ്ടാക്കിയ റിപ്പോർട്ട് പൂർത്തീകരിച്ച് രാഖി രാമായണം ചോർത്തി ഞാൻ പ്രസിദ്ധീകരിച്ചു. പാർട്ടിക്കുണ്ടായ ഗുണം, അങ്ങനെ ചോർന്നത് ഇവരെനിക്ക് തന്നിട്ടാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ഒറ്റയടിക്ക് പുറത്താക്കുക എന്നുള്ളതാണ്. അത് പാർട്ടിയിൽ നടന്നൊരു വലിയ സ്ഫോടനമാണ്. പിന്നെ ഗൗരിയമ്മയുടെ പുറത്താകുന്ന കാലത്ത് നിരന്തര റിപ്പോർട്ടുകളുണ്ട്. അതാണ് പറയാവുന്നത്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് KR ചുമാറിൻ്റെ മരണത്തിന് ശേഷമാണ്. ഞാൻ കോട്ടയത്ത് പത്രത്തിൻ്റെ അത്യാവശ്യം അതിൻ്റെ ആസൂത്രണത്തിലും കാര്യങ്ങളിലും ഒക്കെ പങ്കുള്ള ഒരാളാണ്. പക്ഷേ ചുമാറിൻ്റെ മരണത്തോടുകൂടി മലയാള മനോരമയ്ക്ക് വലിയൊരു തകരാറ് സംഭവിക്കാൻ പോവുകയാണെന്ന് മാതൃഭൂമി കാണുന്നു എന്നൊക്കെ തോന്നിയിട്ട് ആണ് എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ അന്ന് ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ചാരക്കേസ്, രണ്ട് കരുണാകരൻ്റെ പതനം. അപ്പോൾ ഈ കരുണാകരൻ്റെ പതനത്തിൽ ത്രൂ ഔട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മലയാള മനോരമയ്ക്കെന്ന് കരുണാകരനോട് വലിയ താല്പര്യമില്ല. അദ്ദേഹത്തിനെ പുറത്താക്കാനായിട്ട് PC അലക്സാണ്ടറൊക്കെ, അന്ന് നരസിംഹറാവുവിൻ്റെ സെക്രട്ടറിയൊക്കെ അല്ലേ, അദ്ദേഹത്തിനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കുന്ന ഉമ്മൻചാണ്ടി ഒക്കെ ഉണ്ടല്ലോ, ഒരു സഭക്കാരാണ് അവർ. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഞാൻ കരുണാകരൻ്റെ വീട്ടിൽ പോയി. രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുള്ളൊരു മീറ്റിംഗ്. ഈ ശരിക്ക് മനോരമ നയമായിട്ട് എടുത്തിരിക്കുന്നത് കരുണാകരനെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ്.
ആ സമയത്താണ് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഒരു അഭിമുഖം ഞാൻ ചെയ്തത് മലയാള മനോരമയിൽ അച്ചടിച്ചു വന്നു. അതിൽ പലർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പുറത്താക്കുന്ന അത് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. രാത്രി 9 മണിക്കൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്. അന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കോവണിപ്പടിയുടെ മുകളിൽ നിൽക്കുന്നു, ഞാൻ താഴെ. അന്ന് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്നറിയാം. അന്ന് അദ്ദേഹം എന്നോട് ശോഭിച്ചു. ആ ഒരു തവണ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം, അദ്ദേഹം കാരണം പത്രത്തിൽ എന്തു വരുന്നു എന്നുള്ളതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമേ ആയിരുന്നില്ല. പത്രമൊക്കെ വായിച്ചിരുന്നു എന്ന് തന്നെ നമുക്കറിയില്ല. പക്ഷേ നായനാരൊക്കെ ആണെങ്കിൽ അങ്ങനെ അത്ര രമ്യതയിലൊന്നും അല്ല പത്രങ്ങളുമായിട്ടൊക്കെ പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിലൊക്കെ ഇന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ആയി കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ തോന്നും വായനക്കാർക്കൊക്കെ. കാരണം അദ്ദേഹം ജൂനിയറായ റിപ്പോർട്ടർമാരൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അവരെ മാനസികമായി തകർത്ത് കളയാൻ അത്യാവശ്യം ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. നിന്നെപ്പറ്റി നിൻ്റെ മാതാപിതാക്കൾ ആലോചിക്കുന്നതിന് മുമ്പേ ഞാൻ തുടങ്ങിയ പണിയായത് എന്ന് പറയുമായിരുന്നു. ഇന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചത് പറയാൻ പറ്റില്ല. ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചത് പറയാൻ പറ്റില്ല. അതോടുകൂടി മാനസികമായിട്ട് ഈ ജൂനിയറായ ആൾ മിണ്ടാതാകും. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, ശാസിച്ചിരുത്തുന്ന സ്വഭാവമൊക്കെ നായനാർക്കും. അതിപ്പോൾ പിണറായി വിജയനുമൊക്കെ അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടില്ലേ പത്രലേഖകരോട്. സത്യത്തിൽ ഉള്ളിൽ ഈ ഡയലക്റ്റിക്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണത്. അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രം കൈമോശം വന്നതിൻ്റെ പ്രശ്നമാണ് അവരുടെ കാര്യത്തിലൊക്കെ കാണുക. പക്ഷേ PK വാസുദേവൻ നായരൊക്കെ അതുപോലത്തെ എത്രയോ നല്ല ആളുകൾ. അച്യുതമേനോൻ രാജിവെച്ച് പോയ ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുള്ളത് 1986. അപ്പം അന്ന് ഞാനൊരു പരമ്പര ചെയ്യുന്നുണ്ട്, കേരളത്തിൻ്റെ 30 വർഷം 1986 30ൻ്റെ മുറിവുകൾ എന്ന് പറഞ്ഞൊരു പരമ്പര ഞാൻ ആ കാലത്ത് ചെയ്തിരുന്നു മനോരമയിൽ. അന്ന് ചെന്ന് കാണുമ്പോഴൊക്കെ അദ്ദേഹമൊക്കെ ഈ പണ്ഡിതനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അഴിമതിയില്ല, അങ്ങനത്തെ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ ഭയങ്കരമായ സൗഹൃദമൊന്നും ഭാവിക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു ഗൗരവ പ്രകൃതി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കതിലൊന്നും പറയാനില്ല. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും, ഓരോരുത്തരും ഓരോ ജീവികളാണല്ലോ. എല്ലാവരുടെയും മുഖം ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മഴവില്ലുണ്ടാവില്ലല്ലോ. സമൂഹം മഴവില്ല് പോലെ ഇരിക്കണം. നന്മ വേണം, തിന്മ വേണം, നവകേരള സദസ്സ് വേണം, അതിന് വരുന്ന സഖാവിനെ തല്ലണം. മറിയ കുട്ടിയുടെ ആ 200 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ആ 200 ഏക്കറും അവരുടേതാണെന്ന് പറഞ്ഞു വരുത്തണം, ഇല്ലേ? അതിനെതിരെ നമ്മളെപ്പോലുള്ള ആളുകൾ പ്രതിരോധം തീർക്കണം. സമൂഹത്തിന് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയൂ. പക്ഷേ ഹിംസയില്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന പ്രാർത്ഥനാ ഗീതത്തിലെ വാചകം നമ്മളെപ്പോഴും ഓർക്കണം. നായനാർ എന്നോട് സംസാരിക്കുന്ന ഒരുപാട് അവസരങ്ങളിൽ അദ്ദേഹം ജ്ഞാനപ്പാനയിലെ 4 വരികൾ ചൊല്ലുമായിരുന്നു. ഇപ്പം ഞാൻ കവിതയിൽ വലിയ ഒന്നിലും പാണ്ഡിത്യമുള്ള ആളല്ല, പക്ഷെ അത് വായനക്കാർക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരുപാട് തവണ എൻ്റെ മുമ്പിൽ നിന്ന് ജ്ഞാനപ്പാനയിലെ വാചകങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. ഇത് അധികാരത്തിന് പറ്റിയിട്ടുള്ള ഈരടികളാണ്. ഇത് അധികാരത്തിലിരിക്കുമ്പോൾ അഹങ്കരിക്കുന്ന ഏത് മാർക്സിസ്റ്റും ഓർക്കേണ്ട ഈരടികളുമാണ്.